ഹായ് ഡിയർ, സ്പീക്ക് ഇംഗ്ലീഷ് വിത്ത് ഇഷലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയാണ്, എൻ്റെ പേര് ഡോക്ടർ ഇഷൽ. നമ്മുടെ ചാനലിൽ IELTS, OET, PT റിലേറ്റഡ് വീഡിയോസ് ആണ് ഇടാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയോ ഏതെങ്കിലുമൊക്കെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോസ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാനത് ആ ടൈപ്പ് ഓഫ് വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IELTS സ്പീക്കിങ്ങിന് കയറുമ്പം എക്സാമിനറിനെ എങ്ങനെ ഇംപ്രസ് ചെയ്യാം, പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഇൻട്രോ കൊടുക്കാം എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ കുറച്ച് പേർക്കെങ്കിലും കാര്യം പിടികിട്ടിട്ടുണ്ടാവും എങ്ങനെയാണ് എന്താണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ IELTS എക്സാം എഴുതാനിരിക്കുന്നവരാണ് അല്ലെങ്കിൽ എക്സാം പ്ലാൻ ചെയ്തിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പം IELTS സ്പീക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു സെപ്പറേറ്റ് ടൈമിൽ നടക്കുന്ന എക്സാമിനേഷൻ ആണ് അല്ലേ. ലിസണിങ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഒന്നിച്ചും, സ്പീക്കിംഗ് ചിലപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും. അപ്പം രാവിലെ ലിസണിങ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആണെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഇതാണെങ്കിൽ രാവിലെ. അങ്ങനെയാണ് കമ്പ്യൂട്ടർ ബേസിൽ. പേപ്പർ ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ 2-3 ദിവസം മുൻപായിരിക്കാം സ്പീക്കിംഗ് നടക്കുന്നുണ്ടാവുക. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സ്ട്രെസ് അടിക്കുന്നതും ടെൻഷൻ വരുന്നതും എപ്പോഴും സ്പീക്കിങ്ങിനായിരിക്കും. കാരണം മറ്റൊരാളും കൂടെ നമ്മുടെ എക്സാമിന് ഇൻവോൾവ് ആവുകയാണ്. IELTS നമുക്ക് ഒരു പെർഫെക്റ്റ് ഇൻട്രോ എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പ്രോപ്പർ ആയിട്ട് ID കൊണ്ടുപോവുക, നേരത്തെ എത്തുക, സ്പീക്കിങ്ങിന് മുൻപായിട്ട് നമ്മുടെ വെരിഫിക്കേഷൻ എല്ലാം ഉണ്ടാവും. അപ്പോൾ വെരിഫിക്കേഷൻ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കാമായിട്ട് ചെയ്യുക. ടൈമൊക്കെ എടുത്ത് നമ്മൾ റിലാക്സ് ചെയ്ത് ശ്വാസം വിടാനുള്ള ഒരു ടൈം നമുക്ക് ഉണ്ടാവണം. എന്നാൽ തന്നെയാണ് സ്പീക്കിംഗ് നന്നാവുള്ളൂ. ഓടിപ്പിടച്ചാണ് അവിടെ ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പ്രസന്റ് ചെയ്യാനുള്ള ഒരു പ്രോബബിലിറ്റി കുറവാണ്. കാരണം നമ്മൾ ആ ഒരു സ്ട്രെസ്സിൽ നിന്ന് റിലീസ് ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ എക്സാമിന് കയറും. അപ്പോൾ അത് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ കുറച്ച് ഏർലി ആയിട്ട് എത്തി കാമായിട്ട് ഇരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. വെയിറ്റ് ഫോർ ദർ കോൾ. അവർ വിളിച്ചിട്ട് മാത്രം അകത്തേക്ക് കയറുക. നമ്മുടെ ഇഷ്ടത്തിന് ഓടിച്ചാടി ചെല്ലരുത്. അവർ വിളിക്കും, നമ്മൾ ഇൻവൈറ്റ് ചെയ്യും, നമ്മുടെ നെയിം പറയും, അല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്ന ആൾ കയറിക്കോളാൻ പറയും. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വേണം നമ്മൾ അകത്തോട്ടേക്ക് കയറാനായിട്ട്. ഏറ്റവും സ്ട്രെസ് അടിക്കുന്ന ഒരു എക്സാമിനേഷൻ ആണ് സ്പീക്കിംഗ് അല്ലേ. അപ്പോൾ ഒരുപാട് നെർവസ്നെസ് ഇല്ലാതിരിക്കാൻ നമ്മൾ ഭയങ്കര കാമായിട്ട് ഇരിക്കാൻ ശ്രമിക്കാം. ഭയങ്കര നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക, സ്ലോ ആയിട്ട്. അത് നമ്മളെ കാമാക്കാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ കാമാക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സ്പീക്കിങ്ങിൽ. എക്സാമിനർ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. കോഴ്സ് നമ്മളൊരു എക്സാമിനൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ട്സിനോടോ റിലേറ്റീവ്സോ ഒക്കെ IELTS എഴുതിയിട്ടുള്ളവരോട് ചോദിച്ചിട്ടുണ്ടോ, അപ്പോൾ അവരുടെ ഒരു ഒപ്പീനിയൻ പറഞ്ഞോ, എൻ്റെ എക്സാമിനർ ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെ. പക്ഷെ അത് തന്നെ ആവണം എന്നില്ല നമ്മളുടെ എക്സാമിനർ. ഇപ്പോൾ ചിലവർ ഭയങ്കര ഓവർ ഫ്രണ്ട്ലി ആയിരിക്കും, ചിലർ ഒരു മീഡിയം ഫ്രണ്ട്ലി ആയിരിക്കും, ചിലർ ഒരു ഇമോഷൻ ഉണ്ടാവില്ല, ഒന്ന് സ്മൈൽ ചെയ്യുക പോലും ഇല്ല. ചിലർ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുന്നുണ്ടെന്ന് ഭാവിക്കുക പോലുമില്ല. ചിലപ്പോൾ പുറത്തോട്ടേക്ക് ജനലിൻ്റെ ഉള്ളിക്കൂടെയൊക്കെ പുറത്തോട്ടേക്ക് നോക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് കേൾക്കണ പോലെ കേട്ടുകൊണ്ടിരിക്കും. ചിലർ ഭയങ്കര ലൈവ്ലി ആയിട്ട് നമ്മളെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കും. ഇങ്ങനെ പല തരത്തിലുള്ള എക്സാമിനേഴ്സ് ഉണ്ട്. അപ്പം എക്സാമിനർ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻ എന്താണ്, അവരെങ്ങനെയാണ് നമ്മളോട് പെരുമാറേണ്ടത് അല്ലെങ്കിൽ പെരുമാറുന്നത് എന്നുള്ളത് നമ്മളെ എഫക്റ്റ് ചെയ്യാതിരിക്കുക. അപ്പം അവർക്കൊരു ഇമോഷനും ഇല്ല, നമ്മൾ പറയണത് ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നും. ഓഫ് കോഴ്സ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ എന്നാൽ പോലും അയ്യോ അങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറയാതിരിക്കരുത്. നമ്മൾ നമ്മുടെ പാർട്ട് ക്ലിയർ ആയിട്ട് ചെയ്തോളുക. ഫ്രണ്ട്ലി ആയിട്ടും അല്ലെങ്കിൽ ഭയങ്കര ലൈവ്ലി ആയിട്ടും നമ്മളെ കൊണ്ട് പറയിപ്പിക്കാനും ശ്രമിക്കുകയും നമ്മൾ പറയുമ്പോൾ എല്ലാം കറക്റ്റ് ആണെന്ന് തല കുലുക്കുകയൊക്കെ ചെയ്യുന്ന എക്സാമിനേഴ്സ് ഭയങ്കര ലോ സ്കോർ തരികയും, ഒരു ഇമോഷൻസ് ഇല്ലാണ്ടിരുന്ന എക്സാമിനർ നല്ല സ്കോർ തരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാമിനറിന്റെ ഒരു മൂഡ് അനുസരിച്ച് അല്ലെങ്കിൽ അവരെങ്ങനെ നമ്മളോട് റിയാക്ട് ചെയ്യുന്നതനുസരിച്ചല്ല നമ്മുടെ സ്കോർ വരുന്നത്, നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നതനുസരിച്ചാണ്. സോ അത് മനസ്സിലാലോചിച്ച് എക്സാമിനർ എന്ത് ആറ്റിറ്റ്യൂഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പാർട്ട് കറക്റ്റ് ആയിട്ട് ചെയ്തോളുക. എപ്പോഴും കുറച്ച് പൊളൈറ്റ് ആയിട്ട് സെമി ഫ്രണ്ട്ലി രീതിയിലാണ് ചെയ്യേണ്ടത്. അതല്ലാണ്ട് ഭയങ്കര ഫോർമൽ ആയിട്ട് മസിൽ പിടിക്കാനും പോകണ്ട, ഓവർ ഫ്രണ്ട്ലി ആവാനും ശ്രമിക്കേണ്ട. ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. മീൻസ് നമ്മുടെ അടുത്ത് ചോദിച്ചു തുടങ്ങുമ്പോൾ മാത്രമല്ല എക്സാമിനേഷൻ തുടങ്ങുക. നമ്മൾ ആ റൂമിന്റെ ഹോളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ മുതൽ വീഡിയോ റെക്കോർഡിംഗ് ആണ്. അപ്പം നമ്മളത് കറക്റ്റായിട്ട് മനസ്സിലാക്കി പറയാം. മൊത്തത്തിൽ സ്പീക്കിംഗ് ടൈം എന്ന് പറയുമ്പം ഒരു 15 മിനിറ്റ് ഒക്കെയാണ്. അതിൽ ആദ്യത്തെ 4-5 മിനിറ്റ് ഫസ്റ്റ് പാർട്ട് പറയാനുള്ള വാമപ്പ് ക്വസ്റ്റ്യൻസും, പിന്നത്തെ ഒരു 5 മിനിറ്റ്സ് ക്യൂ കാർഡും, ലാസ്റ്റ് 5 മിനിറ്റ്സ് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസും, ഇങ്ങനെ 3 സെക്ഷൻ ആയിട്ടാണ് ഉണ്ടാവുക. നോക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷനിൽ ആദ്യം തന്നെ അവർ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യം വാട്ട് ഈസ് യുവർ നെയിം അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ ഫുൾ നെയിം, അതായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. മൈ നെയിം ഇസ്, നമ്മുടെ പാസ്പോർട്ട് നെയിം തന്നെ പറയാൻ നോക്കുക. ഇപ്പൊ നമ്മുടെ ഒഫീഷ്യൽ നെയിം ചിലപ്പോൾ വേറെ ആയിരിക്കും, പാസ്പോർട്ട് നെയിം വേറെ ആയിരിക്കും. പാസ്പോർട്ട് നെയിം ആണ് ഇവിടെ പറയേണ്ടത്, IELTSന് പറയേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ പാസ്പോർട്ട് നെയിം തന്നെ പറയാം. നമ്മുടെ ഫുൾ നെയിം പറയാം, ഫസ്റ്റ് നെയിമും സർനെയിമും കൂടെ കൂട്ടി പറയാം. ഓക്കെ, ഹൗ ക്യാൻ ഐ അഡ്രസ് യു, ഹൗ മേ ഐ കോൾ യു എന്നൊക്കെ ചോദിക്കാം. യു ക്യാൻ കോൾ മീ ഇഷൽ. അല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പേര് തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഫുൾ നെയിം പറയാതെ സിംഗിൾ നെയിം പറയാം. അതല്ലെങ്കിൽ ഷോർട്ട് നെയിം ഉണ്ടെങ്കിൽ ഷോർട്ട് നെയിം പറയാം. പെറ്റ് നെയിം ഒന്നും പറയരുത്. ക്വസ്റ്റ്യൻ ക്യാൻ ഐ സീ യുവർ പാസ്പോർട്ട്, വേർ ഇസ് യുവർ ID, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും.
ഹിയർ ഇസ് മൈ പാസ്പോർട്ട്, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് ഹിയർ ഇറ്റ് ഈസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ആർ യു ഫ്രം. അപ്പോൾ വേർ ആർ യു ഫ്രം ചോദിക്കുമ്പോഴത്തേക്കും കുറേ പേര് ഒരു ലോങ് എസ്സേ പോലെ ഒരു 4-5 സെന്റൻസസിലെ ആൻസേഴ്സ് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ ആവശ്യമില്ല, ഇത് നമ്മുടെ ഇൻട്രോ പാർട്ടാണ്. അപ്പോൾ ഈ ഹോം ടൗണിനൊക്കെ കുറിച്ചിട്ട് വേണമെങ്കിൽ വേറെ ചോദിച്ചോളൂ അവര്. അപ്പോൾ നമ്മൾ ജസ്റ്റ് 1 or 2 സെന്റൻസിൽ നമ്മൾ ആൻസർ ചെയ്യാൻ നോക്കാം. ഐ ആം ഫ്രം ഇന്ന സ്ഥലം ആൻഡ് ഇറ്റ് ഈസ് എന്തെങ്കിലും കൂടെ നമുക്ക് ആഡ് ഓൺ ചെയ്യാം. ദാറ്റ്സ് ഇനഫ്. അതല്ലാണ്ട് ഒരുപാട് ഓവർ ഇലാബറേഷൻ കൊടുക്കാണ്ടിരിക്കുക. നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഇൻട്രോ പാർട്ടിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ വർക്ക് ഓർ സ്റ്റഡീസ്, ഹോം ടൗൺ, ഫാമിലി, ഇത്തരം ടോപ്പിക്സ് ആയിരിക്കും. ഇതെല്ലാം കൂടെ ചോദിക്കത്തില്ല, 1 or 2 ടോപ്പിക്സ് ആയിരിക്കും. ചിലപ്പോൾ ഒരു ടോപ്പിക്കിൽ മാത്രം ഫോക്കസ് ചെയ്യും, അല്ലെങ്കിൽ എല്ലാത്തിനും ഇത്തിരീഷ ഒക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവാം. അപ്പം ഫസ്റ്റ് പാർട്ട് ആണല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ പഠിച്ച് വെക്കുക തന്നെ ചെയ്യാം. ഇപ്പൊ നമ്മുടെ പെട്ടെന്ന് നമ്മുടെ അടുത്ത് ഏത് ഇയറാ പാസ് ഔട്ട് ആയേ, അല്ലെങ്കിൽ പഠിച്ചിറങ്ങിയപ്പോൾ മുതൽ എത്ര വർഷം ഇവിടെ വർക്ക് ചെയ്തു, ആദ്യം എവിടെ വർക്ക് ചെയ്ത്, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് തപ്പലാവും. എത്ര വർഷം ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നു, അത് കഴിഞ്ഞ് ഏത് ഇയറിലാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നതെന്നൊന്നും കറക്റ്റായിട്ട് നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പൊ അവിടെ ചെന്നിരുന്ന് ഇതൊക്കെ ആലോചിക്കാൻ ശ്രമിക്കാതെ നമ്മളെ കുറിച്ചിട്ട് തന്നെ നമ്മുടെ ഒരു കരിയർ എങ്ങനെയായിരുന്നു, നമ്മൾ എന്തൊക്കെ ചെയ്തു, ഏതൊക്കെ വർഷങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് പറയണം. എല്ലാം സത്യമായിക്കൊള്ളണം എന്നൊന്നുമില്ല, നമ്മൾ എന്തൊക്കെ പറയണം, എന്തൊക്കെ പറയണ്ട. നമ്മുടെ ഫാമിലിനെ കുറിച്ച് ചോദിച്ചാൽ എന്തൊക്കെ പറയേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ഹോം ടൗൺ നാടിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പറയേണ്ടത്, ഏത് നാടാ പറയേണ്ടത്. ഇപ്പം കുറെ പേർക്ക് ഡൗട്ട് ആയിരിക്കും, നമ്മുടെ നാട് പറയണോ, ലേഡീസ് ഒക്കെ ആണെങ്കിൽ ഹസ്ബൻഡിന്റെ നാട് പറയണോ, ഏതാണെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ സ്വന്തം നാട് പറയുക, അതായിരിക്കും നല്ലത്. ഹോം ടൗൺ പറയാം. എന്നിട്ട് എന്താണ് അവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അവിടെ ഇഷ്ടമുള്ള കാര്യം എന്താണ്, ഇഷ്ടമില്ലാത്ത കാര്യം എന്താണ്, ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് നോക്കി അവിടുത്തെ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് നോക്കി വെക്കുക. പിന്നെ നമ്മുടെ വർക്ക് ആണെങ്കിൽ വർക്ക് ഇഷ്ടമാണോ, ഇനി എന്ത് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഇങ്ങനെ എന്തെങ്കിലും പറയാൻ പാകത്തിന് നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുക. സെൻസ് കാണാതെ പഠിക്കുന്നതിനെക്കാട്ടിലും ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് പറയേണ്ടത് എന്നുള്ളൊരു പ്രീ പ്ലാനിങ് നമുക്ക് വേണം. അങ്ങനെ ഒരു പ്രീ പ്ലാനിങ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ പറയുമ്പോൾ അത് ഡിഫിക്കൽട്ട് ആയിരിക്കും കേൾക്കുന്ന ആൾക്ക്. അപ്പൊ എപ്പോഴും നമ്മൾ ആൻസർ പ്രീ പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ എളുപ്പമുണ്ടാവും, കേൾക്കുന്ന ആൾക്ക് നല്ലൊരു പെട്ടെന്ന് ആൻസർ പറയുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാവും. അപ്പൊ എപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുക. ഡൗട്ട് ഉണ്ട്, ചിലരൊക്കെ പറയുന്നേക്കാം എക്സാമിനർ ഇങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മളെ ഒന്നും പറയാൻ അനുവദിച്ചില്ല, എന്തെങ്കിലും പറഞ്ഞു വരുമ്പോഴത്തേക്കും അടുത്ത ചോദ്യം ചോദിക്കും, അടുത്ത ചോദ്യത്തിന്റെ ആൻസർ പറഞ്ഞു വരുമ്പോഴത്തേക്കും അതിന്റെ അടുത്ത് ചോദിക്കും. അത് ചിലരുടെ ഒരു നേച്ചറാണ്. അപ്പൊ ഇന്ററപ്ഷൻസ് അവർ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഒരു പ്രശ്നമില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ മാർക്കൊന്നും സ്കോർ കുറയില്ല. നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യരുത്. ഓക്കെ, നമ്മൾ അങ്ങോട്ട് ബാക്ക് ക്വസ്റ്റ്യൻ ചെയ്യരുത്, അവരോട് അങ്ങോട്ടേക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കുക, അതൊക്കെ ശ്രദ്ധിക്കുക. പക്ഷെ അവര് നമ്മളെ നിർത്തിച്ചു, നമ്മളെ ഇന്ററപ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഒരു പ്രോബ്ലം ഇല്ല. നമുക്ക് അത്രയും പറഞ്ഞാൽ മതി, അത്രയും മതി അവർക്ക്. അതുകൊണ്ടായിരിക്കാം. പിന്നെ ഫുൾ ഒന്നും പറയാൻ സമ്മതിക്കാതെ ഇങ്ങനെ ഇന്ററപ്റ്റ് ചെയ്യുന്ന ചില എക്സാമിനേഴ്സ് ഉണ്ട്. അത് നമ്മൾക്ക് സാഡ് ആക്കും എന്നുള്ളത് ഷുവർ ആണ്. പക്ഷെ അതിൽ നിങ്ങൾ അപ്സെറ്റ് ആവാതെ നമ്മൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് പിന്നെയും പറയാൻ ശ്രമിക്കുക. അവർ ഇന്ററപ്റ്റ് ചെയ്തോട്ടെ, നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഓക്കെ, അവർ ഇന്ററപ്റ്റ് ചെയ്ത് വക വെക്കാതെ പറയാനല്ല കേട്ടോ. അപ്പോഴത്തേക്കും അവർ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും, അപ്പൊ നമ്മൾ അതിന് ഉത്തരം പറയാം. അത് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് അതിന്റെ അടുത്ത് ചോദിക്കും, അപ്പൊ അതിന് ഉത്തരം പറയാം. അങ്ങനെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും വീണ്ടും നമ്മുടെ അടുത്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. ഇന്ററപ്റ്റ് ചെയ്ത് നമ്മൾ ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഇന്ററപ്റ്റ് ചെയ്ത് അത് തന്നെ ചോദിക്കുന്നുണ്ട്, അതന്നെ ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒന്ന് പാരഫ്രൈസ് ചെയ്ത് അവർ ചോദിക്കുന്നുണ്ടെങ്കിൽ അർത്ഥം നമ്മൾ ആ ചോദ്യത്തിനുള്ള ഉത്തരമല്ല പറയണേ, നമ്മൾ റോങ് ആൻസർ ആണ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓഫ് ടോപ്പിക്ക് പോകുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ ഒന്നും കൂടെ തിങ്ക് ചെയ്ത് ഒന്ന് മാറ്റി പറയാൻ ശ്രമിക്കുക. ഈച്ച് എക്സാമിനർ ഇസ് ഡിഫറെന്റ്. എല്ലാവരും ഡിഫറെന്റ് ആണ്, അവരവരുടെ രീതിയിലായിരിക്കും. അപ്പം നമ്മൾ അതൊന്നും നമ്മളെ ബോധർ ചെയ്യാതെ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ പാർട്ട് കറക്റ്റായിട്ട് ചെയ്യാന്നുള്ളതാണ്. പ്രിപ്പയർ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. സ്പീക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറച്ച് പർട്ടിക്കുലർ ക്യൂ കാർഡ്സ്, പർട്ടിക്കുലർ ഫസ്റ്റ് പാർട്ട് ടോപ്പിക്സ് എല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് മോസ്റ്റ് പ്രോബബ്ലി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. അതല്ലാതെ അവിടെ ചെന്നിരുന്നിട്ട് ആവരുത് നമ്മൾ ഈ ടോപ്പിക്കിനെ കുറിച്ചിട്ടൊക്കെ അറിയുന്നത്. എന്തൊക്കെയാണ് എക്സാമിനേഴ്സ് ചോദിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ മന്തിലും ഓരോ ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ ആ ടോപ്പിക്സ് നിങ്ങൾ ഏത് സമയത്താണോ എക്സാം എഴുതുന്നത് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യൂ കാർഡ്സ് ഏതൊക്കെയാണ്, അത് നോക്കി പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. എപ്പോഴും നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിൽ കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ, പാർഡൺ മീ എന്നൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ചോദിക്കാം. ഇതിനൊന്നും പ്രശ്നമല്ല, ഇതിലൊന്നും നമ്മുടെ മാർക്ക് ലൂസ് ആവില്ല. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പോവുക. അപ്പം ഈ സ്പീക്കിംഗ് ടിപ്സ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിന് മുൻപ് പറഞ്ഞോട്ടെ, IELTS, OET, PTE ക്ലാസ്സസ് ഇൻഡിവിജ്വൽ അറ്റൻഷനോട് കൂടി കസ്റ്റമൈസ്ഡ് ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. IELTS, OET, PTE ക്ലാസ്സസ് അവൈലബിൾ ആണ്. നിങ്ങളുടെ ലെവൽ അനുസരിച്ച് കസ്റ്റമൈസ്ഡ് ക്ലാസ്സസ് ആയിരിക്കും. നമ്മൾ മലയാളത്തിലും അർത്ഥമൊക്കെ പറഞ്ഞു തന്ന് നിങ്ങളുടെ ലെവൽ അനുസരിച്ച് നിങ്ങളെ പഠിപ്പിച്ചെടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും പഠിക്കാൻ ഭയക്കേണ്ട കാര്യമില്ല. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ വീണ്ടും കാണാം. ബൈ.